നമ്മളോട് പറയാം, അള്ളാഹുവിന്റെ റസൂൽ പറയാം, നിങ്ങളിൽ ഒരാളുമില്ല അവനോട് അള്ളാഹു സംസാരിച്ചിട്ടല്ലാതെ. നമ്മളോട് അള്ളാഹു സംസാരിക്കാതെ ഒരു മനുഷ്യനെയും അള്ളാഹു വെറുതെ വിടുകയില്ല. എല്ലാവരോടും അള്ളാഹു സംസാരിക്കും. എങ്ങനെയാണ് സംസാരം? ലൈസ ബൈനഹു വബൈനല്ലാഹി തർജുമാനൻ യുതർജിമു ലഹു. ആ സമയത്ത് അള്ളാഹുവിന്റെ സംസാരം നമുക്ക് മനസ്സിലാകാൻ, അല്ലെങ്കിൽ നമ്മുടെ സംസാരം അള്ളാഹുവിന് മനസ്സിലാകാൻ ഇടയിൽ ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമില്ലാത്ത വിധമുള്ള സംസാരമാണ്. വലാ ഹിജാബുൻ യഹ്ജുബുഹു. അള്ളാഹുവിന്റെ മുന്നിലും നമുക്കും ഇടയിൽ ഒരു മറയില്ലാത്ത സംസാരമാണത്. ഉണ്ടോ? എന്താണ് അള്ളാഹു അന്ന് സംസാരിക്കുന്നത്? അലം മുഅതിക മാലൻ വവലദ. അള്ളാഹു നമ്മോട് ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ സമ്പത്ത് തന്നില്ലേ? നിനക്ക് ഞാൻ സന്താനങ്ങളെ തന്നില്ലേ? സുഹൃത്തുക്കളെ, നമ്മുടെ മറുപടി എന്തായിരിക്കും? നമ്മുടെ ഉത്തരം എന്തായിരിക്കും? അള്ളാഹ് നമ്മളോട് ചോദിക്കുന്നു, നിനക്ക് സന്താനം തന്നില്ലേ? സമ്പത്ത് തന്നില്ലേ? ഫയഖൂലു ബലാ. മനുഷ്യൻ പറയും, അതേ റബ്ബേ, ഇതൊക്കെ നീ എനിക്ക് തന്നിട്ടുണ്ട്. അള്ളാഹു വീണ്ടും പറയും, അലമുർസിൽ ഇലൈക റസൂലൻ ഫയുബല്ലിഗ്. അള്ളാഹു ഞാൻ നിന്റെ അടുക്കലേക്ക് ഒരു പ്രവാചകനെ അയക്കുകയും അള്ളാഹുവിനെ ആരാധിക്കണമെന്നും ഒരു പരലോകം വരാനുണ്ടെന്നും ആ പ്രവാചകൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തില്ലേ? മനുഷ്യർ പറയും, ബല, അള്ളാഹുവേ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു വീണ്ടും ചോദിക്കും, അലം അജ്അൽ ലക സമഅൻ വബസറ. നിനക്ക് ഞാൻ കാഴ്ച തന്നില്ലേ? കേൾവി തന്നില്ലേ? ഫയഖൂലു ബല. എന്നാ നമ്മുടെ ഉത്തരം നമുക്ക് തന്നെ അറിയാം, അതേ റബ്ബേ, നീ കാഴ്ച തന്നു, കേൾവി തന്നു. എന്നിട്ടോ ഫയഖൂൽ, പിന്നെ അള്ളാഹു വീണ്ടും പറയും, ഐനമാ ഖദ്ദംത ലിനഫ്സിക. നിനക്ക് പ്രവാചകനെ അയച്ചു തന്ന് പരലോകമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിനക്ക് കണ്ണ് തന്നിട്ടുണ്ട്, കേൾവി തന്നിട്ടുണ്ട്, നിനക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്, സന്താനങ്ങളെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നേക്ക് വേണ്ടി നീ എന്തു ചെയ്തു? അതൊരു വല്ലാത്ത ചോദ്യമാണ്. അതാണ് ഹിസാബിന്റെ മർമ്മം. ഇന്നേക്ക് വേണ്ടി നീ എന്തു ചെയ്തു? ഫയൻദുറു ഖദ്ദാമഹു വബഅദഹു. മനുഷ്യൻ തന്റെ മുന്നിലേക്ക് നോക്കും, തന്റെ പിന്നിലേക്ക് നോക്കും. വഅൻ യമീനിഹി വഅൻ ശിമാലിഹി. വലതുഭാഗത്തേക്ക് നോക്കും, ഇടതുഭാഗത്തേക്ക് നോക്കും. ഫലാ യജിദു ശൈഅൻ യഖി ബിഹി വജ്ഹു ഹർറ ജഹന്നം ഇല്ലാ മാ ഖദ്ദമ മിൻ അമലിഹി. നരകത്തിന്റെ ചൂടേറിയ നരകാഗ്നിയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ അവന്റെ അമലല്ലാതെ ഒന്നും അവൻക്ക് കാണാൻ സാധിക്കുകയില്ല. അന്നേക്ക് വേണ്ടി ചെയ്തു വെച്ചതെന്തെങ്കിലും അവന്റെ വലതുഭാഗത്ത് ഇടതുഭാഗത്ത് മുന്നിൽ പിന്നിലുണ്ടെങ്കിൽ അതല്ലാതെ ഒരു സഹായിയും നരകത്തിന്റെ ചൂടിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ അവന്റെ മുന്നിൽ ഉണ്ടാകുകയില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഫയസ്തഖ്ബിലുഹുന്നാർ. നരകം അവനെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കും, അവനെ സ്വീകരിച്ചുകൊണ്ടിരിക്കും. നീ ഇങ്ങോട്ട് പോരെ എന്ന് നരകം അവനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ വാചകം ഇങ്ങനെ പറയുമ്പോ റാവി പറയാണ്, പ്രവാചകൻ പറയാണ്, ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. സുമ്മ അശാഹ ബിവജിഹി. പ്രവാചകൻ തന്റെ മുഖം തിരിച്ചു കളഞ്ഞു, മുഖം ചുളിച്ചു കളഞ്ഞു. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. പ്രവാചകൻ തന്റെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. അതായത് റാവി പറയണ, ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബി പറയണ, പ്രവാചകൻ ആ നരകങ്ങനെ മുന്നിൽ കണ്ണിൽ കാണുന്നത് പോലെ അതിൽ നിന്ന് മുഖം തിരിച്ച് 3 തവണ പറഞ്ഞു, ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ വിശദീകരിച്ചു, തസദ്ദഖ റജുലുൻ മിൻ ദീനാരിഹി വമിൻ ദിർഹമിഹി. ഒരാൾ കുറച്ച് ദീനാർ സദഖ ചെയ്തു, ഒരാൾ ഒരു ദിർഹം സദഖ ചെയ്തു. മിൻ സൗബിഹി, ഒരാൾ വസ്ത്രം സദഖ ചെയ്തു. അല്ലെങ്കിൽ മിൻ സ്വാഇ ബുർരിഹി, അവൻ ഒരു പിടി ഗോതമ്പ് കൊടുത്തു. മിൻ സാഇ തംരിഹി, ഒരു പിടി ഈത്തപ്പഴം അവൻ സദഖ ചെയ്തു. എന്നാൽ ആ സദഖ കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണേ. കുറച്ച് ദീനാറ് സദഖ കൊടുത്തിട്ടെങ്കിലും, കുറച്ച് ദിർഹമുകൾ സദഖ കൊടുത്തിട്ടെങ്കിലും, ഒരു പിടി ഗോതമ്പെങ്കിലും, ഒരു പിടി കാരക്കയെങ്കിലും സദഖ ചെയ്ത് നിങ്ങൾ ആ നരകത്തെ സൂക്ഷിക്കണേ. നിങ്ങളുടെ കയ്യിൽ ഒരു കാരക്ക കൊടുക്കാൻ തികച്ചില്ലെങ്കിൽ, ഒരു ഈത്തപ്പഴം തികച്ചില്ലെങ്കിൽ അതിന്റെ ഒരു കഷ്ണം കൊണ്ടെങ്കിലും, ഒരു ചീട് കൊണ്ടെങ്കിലും നിങ്ങൾക്ക് നരകത്തെ സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്യൂ. ഇനി ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു ചീട് പോലും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും പോയി നിൽക്കേണ്ട
ഒരു മഖാമിനെ കുറിച്ച്, ഒരു നൃത്തത്തെ കുറിച്ച്, ഒരു സ്ഥാനത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് വളരെ മനോഹരമായി ലളിതമായ ഭാഷയിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലാ പറഞ്ഞിരുന്നത്. വലത് അമലാണ് കാണുന്നത്, ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അമലാണ് കാണുന്നത്. വേറെ റിവായത്തിലുള്ളത് മുന്നിലേക്ക് നോക്കുമ്പോൾ നരകമാണ് കാണുന്നത്. ആ നരകം ഇങ്ങനെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹ് ചോദിക്കുന്ന ചോദ്യം എന്താ? സമ്പത്ത് തന്നു, സന്താനം തന്നു, കാഴ്ച തന്നു, കേൾവി തന്നു, എന്തു ചെയ്തു? എന്തു ചെയ്തു? അതാണ് അല്ലാഹുവിന്റെ ചോദ്യം. സുഹൃത്തുക്കളെ, ഇതാണ് ഹിസാബ്. ആ ചോദ്യത്തെ നേരിടാൻ നമ്മൾ സന്നദ്ധരാകണം, നമ്മൾ തയ്യാറാകണം. അല്ലേ? നേർക്ക് നേരെയുള്ള വിചാരണയാണ്, ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാത്ത വിചാരണയാണ്. അല്ലാഹുവിനും അടിവെക്കുമിടയിൽ ഒരു മറയില്ലാത്ത വിചാരണയാണ്. നോക്കൂ, അതിനെ നമ്മൾ നേരിടാൻ തയ്യാറാകണം. എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും പരലോകത്ത് ചോദിക്കും. അല്ലെ? ഇവിടെ കാഴ്ച പറഞ്ഞു, കേൾവി പറഞ്ഞു, അത് മാത്രമാണോ? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എത്രയുണ്ട്? എല്ലാം ചോദിക്കും, എല്ലാം ചോദ്യം ചെയ്യപ്പെടും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്. ഖാലനാസ്, ഒരു കൂട്ടം സഹാബിമാര് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, പരലോകത്ത് അള്ളാനെ നമുക്ക് കാണാൻ പറ്റുമോ? സ്വർഗത്തിൽ വിശ്വാസികൾ അള്ളാനെ കണ്ടുമുട്ടുമെന്ന പ്രവാചകന്റെ ഹദീസിൽ സംശയം തീർക്കാണ് സ്വഹാബത്ത്. അള്ളാഹുവിനെ പരലോകത്ത് നമുക്ക് കാണാൻ കഴിയുമോ? അള്ളാഹു തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഹൽ തുളാറൂന ഫീ റുഅയത്തി ശംസി ഫീ യൗമിൻ സ്വാനിഫിൻ വസ്സമാഉ മുസ്ലിയത്തുൻ ഗൈറു മുതഗയ്യിമത്തിൻ ലൈസ ഫീഹാ സ്വഹാബ. മേഘങ്ങളില്ലാത്ത ഒരു നട്ടുച്ച നേരത്ത് മുകളിലേക്ക് നോക്കിയാൽ മേഘങ്ങളില്ലാത്ത ആകാശത്ത്, മൂടിക്കെട്ടിയിട്ടില്ലാത്ത വാനലോകത്ത് സൂര്യനെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ നിങ്ങൾക്ക് കഴിയുമോ? വീണ്ടും പ്രവാചകൻ ചോദിച്ചു, ഹൽ തുളാറൂന ഫീ റുഅയത്തിൽ ഖമരി ലൈലത്തൽ ബദരി വസ്സമാഉ മുസ്ഹിയത്തുൻ ഗൈറു മുതഗയ്യിമത്തിൻ ലൈസ ഫീഹാ സ്വഹാബ. മേഘങ്ങളില്ലാത്ത, മൂടിക്കെട്ടിയിട്ടില്ലാത്ത ഒരു 14-ാം രാവിലെ ആകാശത്തേക്ക് നോക്കിയാൽ പൂർണ്ണനിലാചന്ദ്രനെ കാണാൻ നിങ്ങൾക്ക് കഴിയുമോ? അതുപോലെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നിട്ട് പ്രവാചകൻ വിചാരണയെ കുറിച്ച് പറയാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു മനുഷ്യനോട് സംസാരിക്കുന്നതാണ്. ഐ ഖുൽ അലം അഖ്ലുഖുക, എന്താ അല്ലാഹു ആദ്യം ചോദിക്കുന്നത്? ഞാൻ നിന്നെ പടച്ചില്ലേ? ഞാനല്ലേ നിന്നെ സൃഷ്ടിച്ചത്? ഈ ലോകത്ത് ഒരു ജന്മം അല്ലാഹു നമുക്ക് നൽകി. ഈ മനോഹരമായ ഭൂമിയിൽ ഒരു ജീവിതം അല്ലാഹു നമുക്ക് നൽകി. അതിന് തന്നെ എത്ര നന്ദി ചെയ്താലാണ് മതിയാവുക? സുഹൃത്തുക്കളെ, എത്ര നന്ദി ചെയ്താലാണ് അതിന് പകരമാവുക? 500 കൊല്ലം ദ്വീപിൽ ജീവിച്ച ഒരു മനുഷ്യന്റെ കഥ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു. 500 കൊല്ലമാണ് ഒരു ദ്വീപിൽ ജീവിച്ചത്. അയാൾ ഒറ്റപ്പെട്ടു, ഒരു മനുഷ്യനാണ്. എന്താണ് അയാൾ അവിടെ ചെയ്യുന്നത്? അല്ലാഹുവിനെ ആരാധിക്കുക. ആരാധന നിരതന, എപ്പോഴും ആരാധന മാത്രം. 500 കൊല്ലം ആരാധന. എന്നിട്ടോ അയാൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? എന്നും ഒരു മരത്തിൽ ഒരു പഴമുണ്ടാകും, അതുകൊണ്ട് അയാൾക്ക് വിശപ്പടക്കാൻ പറ്റും. ഒരു വിരലിന്റെ വലുപ്പത്തിൽ ഒരു നീരുറവയുണ്ടാകും, അതുകൊണ്ട് അയാൾക്ക് ദാഹം അകറ്റാം. ഭക്ഷണം ഉണ്ടാക്കണ്ട, പിന്നെ ഭക്ഷണം കണ്ടെത്തേണ്ട, ഒന്നും വേണ്ട, എല്ലാം എല്ലാ ദിവസവും. 500 കൊല്ലം അല്ലാഹുവിനെ ആരാധിച്ച് പ്രവാചകൻ പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോ അല്ലാഹു പറയുന്നതാണ്, ഉദ്ഖുലുൽ ജന്നത ബിറഹ്മതി, എന്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോ. ആ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാഹുവേ, 500 കൊല്ലം നിന്നെ ആരാധിച്ചിട്ട് നിന്റെ കാരുണ്യം കൊണ്ടാണോ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്? എന്റെ അമലിനുള്ള പ്രതിഫലമായി എനിക്ക് സ്വർഗം തന്നൂടെ? അല്ലാഹു പറയും, 500 കൊല്ലത്തെ നിന്റെ ആരാധന ഞാൻ നിനക്ക് കണ്ണു തന്നതിനുള്ള നന്ദി പോലുമായിട്ടില്ല. കണ്ണ് എന്ന ഒരനുഗ്രഹം നിനക്ക് തന്നില്ലേ? നിങ്ങൾ ഫോൺ വാങ്ങും, അതിന്റെ ക്യാമറയുടെ പവർ നോക്കുക ആൾക്കാർ. എത്ര മെഗാ പിക്സൽ ഉണ്ട്, എത്ര മെഗാ പിക്സൽ ക്യാമറയുണ്ട്, അല്ലേ? ഫോൺ വാങ്ങുമ്പോൾ ആൾക്കാർ നോക്കുന്ന ഒരു സാധനമാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ കണ്ണെന്ന ക്യാമറ എത്ര മെഗാ പിക്സലാണ്? അതിന് സമാനമാകുന്ന എന്ത് സംവിധാനമാണ്? 5 ലക്ഷം 10 ലക്ഷം കൊടുത്തു വാങ്ങിയ ഒരു ക്യാമറയുടെ ആയുസ് എത്രയാണ്? അതിൽ ഒരു ഫംഗസ് വന്നാൽ നഷ്ടപ്പെട്ടു പോയി. അത് നമ്മള് ജനിച്ചു വീണന്ന നാൾ മുതൽ 7 വർണ്ണങ്ങൾ, അത് കൂടിച്ചേർന്ന 1000 മുഖവർണ്ണങ്ങൾ കണ്ടാസ്വദിക്കുന്ന ഈ ഭൂമിയെ, ഇവിടുത്തെ വിവിധ കാര്യങ്ങളെ, ഇതിനു സമാനമായ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ആർക്കാ പറ്റുക? അല്ലാഹു പറഞ്ഞ 500 കൊല്ലം നീ ആരാധിച്ചാൽ ഞാൻ നിനക്ക് കണ്ണു തന്നതിനുള്ള നന്ദി പോലും ആവുകയില്ല, അതുകൊണ്ട് നരകത്തിലേക്ക് പോയിക്കോ. അല്ലാഹു പറയാ, ആ മനുഷ്യൻ പറയും, പടച്ചോനെങ്കിൽ നിന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് സ്വർഗം താ. അല്ലാഹു പറയുന്ന, എന്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. അമൽ എന്നുള്ളത് സ്വർഗത്തിന് പകരമല്ല.
നമ്മുടെ അമല് കൊടുത്ത് സ്വർഗം വാങ്ങാൻ നമുക്ക് കഴിയില്ല. സ്വർഗം എങ്ങനെ കിട്ടുക? ബിഫദ്ലിൻ മിനല്ലാഹി വറഹ്മ. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹിന്റെ ഔദാര്യം കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടുമാണ് ഒരു മനുഷ്യന് സ്വർഗം കിട്ടുക. ഒരാളെയും അയാളുടെ അമലുകൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുക, വല അൻത യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലേ, അങ്ങേക്കും ആ അമല് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂലേ? നബി പറയാണ്, ഇല്ല അയ്യതഅമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളൽ. അള്ളാഹിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ ഔദാര്യവും ലഭിച്ചാലല്ലാതെ, എന്നെ ചുറ്റിപ്പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യമല്ല. അല്ലേ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ സ്വർഗം ഓഫർ കൊടുക്കുക, സ്വർഗ ഓഫർ കൊടുക്കുക. അല്ലേ, നിങ്ങൾ കേട്ടില്ലേ? ഈ മുഹിയുദ്ദീൻ മാലിക്, റിഫായി മാലിക് ഒരാൾ കൊടുക്കുക ഓഫർ, എന്നാ സ്വർഗം പിടിച്ചു. ദീനുമായി ബന്ധമില്ലാത്ത വാറോലകൾ അങ്ങനെ പഠിപ്പിക്കുമ്പോ പ്രവാചകൻ പറഞ്ഞതെന്താ? എനിക്ക് സ്വർഗം കിട്ടണമെങ്കിൽ അള്ളാന്റെ കാരുണ്യം ഉണ്ടാകണം, അള്ളാന്റെ ഔദാര്യം ഉണ്ടാകണം. അള്ളാന്റെ ഔദാര്യം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? അമലുകൾ വർദ്ധിപ്പിക്കണം, അള്ളാഹുവിനോട് നന്ദി ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ പറയുന്നത്, അള്ളാഹ് ചോദിക്കും നമ്മളോട് പരലോകത്തെത്തിയ, നിന്നെ ഞാൻ പടച്ചില്ലേ, നിനക്ക് ഞാൻ ഒരു സൃഷ്ടിപ്പ് നൽകിയില്ലേ? അലമ്മ ജഅൽക സമീഅൻ ബസീറ, നിന്നെ ഞാൻ കാഴ്ചയുള്ളവനും കേൾവിയുള്ളവനും ആക്കിയില്ലേ? അലം മുസബ്ബിജിക്, നിനക്ക് ഞാൻ ഒരു ഇണയെ തന്നില്ലേ? അലം മുക്രിമക്, നിന്നെ ഞാൻ ആദരിച്ചില്ലേ? ലോകത്തെ എല്ലാ സൃഷ്ടിചരാചരങ്ങളെക്കാളും വലഖദ് കറംനാ ബനി ആദം, ആദമിൻ സന്തതി എന്ന നിലയ്ക്ക് അല്ലാഹു നമുക്ക് ആദരവ് നൽകിയില്ലേ? അലം മുസഖ്ഖിർ ലകൽ ഖൈല വൽ ഇബിൽ, അന്നത്തെ ഭാഷയിൽ ഒട്ടകങ്ങളെ കീഴ്പ്പെടുത്തി തന്നില്ലേ? കുതിരകളെ കീഴ്പ്പെടുത്തി തന്നില്ലേ? ഇന്നത്തെ ഭാഷയിൽ കിലോ മണിക്കൂറിൽ 700, 800, 1000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നമ്മൾ നിത്യേന നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ യാത്ര ചെയ്യുകയാണ്. എന്തെല്ലാം തരത്തിലുള്ള വാഹനങ്ങൾ, എന്തെല്ലാം സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. സുഹൃത്തുക്കളെ, എന്നിട്ടോ വീണ്ടും അല്ലാഹു ചോദിക്കും, അലം മുസവ്വിദ് വഅദർക തർഅസ് വതർബ, നിന്നെ ഞാൻ നേതാവാക്കിയില്ലേ? നീ വളരെ സുഭിക്ഷമായി നിന്റെ ഭൂമി ലോകത്ത് ജീവിച്ചില്ലേ? എത്ര ചോദ്യമാണ് അള്ളാഹുവോട് ചോദിക്കാൻ വിചാരിച്ച ചോദ്യം എവിടെ അവസാനിക്കും? എന്തെല്ലാം തന്നു നമുക്ക് റബ്ബ് എവിടെ? എടോ, എന്നിട്ട് അള്ളാഹ് തിരിച്ച് അവസാനം പറയുന്ന വാചകം എന്താണെന്നറിയോ? ബല യാ റബ്ബ്, ബല ഐ റബ്ബ്, പടച്ചോനെ ഒക്കെ നീ തന്നു. എന്നിട്ട് അള്ളാഹു ചോദിക്കാണ്, ഫളനന്ത അന്നക മുലാഖിയ, ഈ സമയത്ത്, ഈ വിചാരണയുടെ നേരത്ത് എന്നെ കണ്ടുമുട്ടുമെന്ന് നീ വിചാരിച്ചിരുന്നോ? ഈ വിചാരണയെ മുൻനിർത്തി ഒരു ജീവിതം നീ നയിച്ചിരുന്നോ എന്നാണ് അള്ളാഹു ചോദിക്കുക. അപ്പൊ അവൻ പറയുന്നതാണ്, ലാ യാ റബ്ബ്, അള്ളാഹുവേ, പരലോകം ഞാൻ മറന്നുപോയി, ഹിസാബിനെ ഞാൻ മറന്നുപോയി, വിചാരണ ഞാൻ മറന്നുപോയി. നാട്ടുകാർ ജീവിക്കണ പോലെ ഞാനും ജീവിച്ചു, നാടോടുന്നതിന്റെ കൂടെ ഞാനും ഓടി, അല്ലേ? എല്ലാ വൃത്തികേടുകളും ചെയ്തു, കാണാൻ പാടില്ലാത്തത് കണ്ടു, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടു, ഹറാമായ സമ്പാദ്യങ്ങൾ കടന്നു വന്നു, ജീവിതത്തിലേക്ക് നിഷിദ്ധങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു. നീ പഠിപ്പിച്ച മര്യാദകളെ ഞാൻ ലംഘിച്ചു, നിയമങ്ങളെ ഞാൻ മറന്നുപോയി. നോക്കൂ, അള്ളാന്റെ മുമ്പിൽ പറയുന്നു. അപ്പൊ അള്ളാഹ് തിരിച്ചു പറയാം, അതെ, ഈ പരലോകമുണ്ടെന്നും ഇവിടെ നീ എന്നെ കണ്ടുമുട്ടുമെന്നും എങ്ങനെ നീ മറന്നോ? അതുപോലെ ഇതാ ഇവിടെ ഞാൻ നിന്നെയും മറക്കുന്നു. അതുകൊണ്ട് നിന്റെ സ്ഥാനം നരകമാണെന്ന് പറഞ്ഞ് അവനെ നരകത്തിലേക്ക് വലിച്ചിടുന്ന ഈ ചോദ്യം രണ്ടാളോട് ചോദിക്കും. മൂന്നാമത്തെ ആളോട് ചോദിക്കും, ഒരു മുനാഫിക്കായിരിക്കും വരിക. മുനാഫിക്ക് പറയുന്നത് എന്താ പറയുന്നത്? നിനക്ക് വിവാഹം ചെയ്തു തന്നില്ലേ, നിനക്ക് വാഹനങ്ങൾ നൽകിയില്ലേ, നിന്നെ സൃഷ്ടിച്ചില്ലേ, എല്ലാ അനുഗ്രഹങ്ങളും ഇങ്ങനെ അള്ളാഹ് ചോദിക്കുമ്പോ അയാൾ പറയും, ഒക്കെ ഉണ്ട് റബ്ബേ, എന്നിട്ട് എന്നെ നീ മറന്നു ജീവിച്ചോ? അപ്പൊ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു കളവ് പറയാൻ ശ്രമിക്കുന്നതാണ്. എന്താ പറയാ? അയാൾ പറയും, ഫയഖൂലു ആമൻതു ബിക, അല്ലാഹുവേ, നിന്നിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. പിന്നെ നിന്റെ കിതാബിൽ ഞാൻ വിശ്വസിച്ചു, നിന്റെ പ്രവാചകനിൽ ഞാൻ വിശ്വസിച്ചു, വസദ്ദഖതു, ഞാൻ സദഖ ചെയ്തു, വസല്ലൈതു, ഞാൻ നമസ്കരിച്ചു, വസുംതു, ഞാൻ നോമ്പെടുത്തു. ഇതൊന്നും ഇയാൾ ചെയ്തിട്ടില്ല. പച്ചക്കള്ളം. അല്ലാഹുവിന്റെ മുന്നിൽ തനിക്ക് മുമ്പ് ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ വേദനയും യാതനയും നരകത്തിലേക്ക് എറിയപ്പെടുന്നത് അങ്ങനെ കാണുമ്പോ ആ മനുഷ്യൻ അല്ലാഹുവിനോട് ഇങ്ങനെ പറയാം. അപ്പോ അള്ളാഹു എന്താ ചെയ്യാന്നറിയോ? അള്ളാഹു എന്താ ചെയ്യാ? അവന്റെ വായിക്ക് അള്ളാഹു സീല് വെക്കും, മിണ്ടരുത് എന്ന് പറയും. സംസാരം അവിടെ അവസാനിക്കും. ഹദീസിന്റെ വല്ലാത്തൊരു പ്രയോഗം. അവന്റെ കാലിന്റെ തുടയോട് അള്ളാഹു പറയുന്നതാണ്, നീ സംസാരിക്കും.
വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും. സൂറത്ത് യാസീൻ പറഞ്ഞില്ലേ, അവന്റെ വായ്ക്ക് നാം സീൽ വെക്കും, അവന്റെ കൈകൾ സംസാരിക്കും, അവന്റെ കാലുകൾ സാക്ഷി നിൽക്കും. ഇവന്റെ കാലിന്റെ തുടയോട് അല്ലാഹു പറയും അവന്റെ തുട അല്ലാഹുവിനോട് സംസാരിക്കും. ആ തുടയുടെ എല്ലും പേശികളും അല്ലാഹുവിനോട് സംസാരിക്കും. ബിമാ കാന യഅമൽ, അവൻ എന്തൊക്കെയാണ് ദുനിയാവിൽ ചെയ്തതെന്ന്. ആരെയാണ് നമുക്ക് മറച്ചുവെക്കാൻ പറ്റുക? ആരെയാണ് നമുക്ക് മറച്ചു വെക്കാൻ പറ്റും? നമ്മുടെ അവയവങ്ങളാണ് പരലോകത്ത് സാക്ഷികളായി വരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേറൊരു വിഷയമായി പരലോകത്തെ സാക്ഷികളെ കുറിച്ച് പഠിക്കാം. നോക്കൂ, ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ വിചാരണയെ കുറിച്ചാണ്. ഓരോ അനുഗ്രഹങ്ങളും എടുത്തു പറഞ്ഞ് പകരം നീ എന്ത് ചെയ്തു, ഫമാ അമിൽത ഫീഹാ, നന്ദിയായി നീ എന്ത് ചെയ്തു എന്ന ഒരു ചോദ്യത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് നേരിടാനുണ്ട് എന്നത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ആരെ അല്ലാഹു ഒഴിവാക്കില്ല. മനസ്സിലേ, രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല. എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു വാചകമാണല്ലോ, 5 കാര്യങ്ങൾക്ക് മറുപടി പറയാതെ ഒരു മനുഷ്യനും തന്റെ ഒരടിക്കാല് പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല. എന്താണ്? അവന്റെ ആയുസ് എന്തിന് ചെലവഴിച്ചെന്ന്. കൗമാരത്തിന്റെ തളപ്പിൽ, യുവത്വത്തിന്റെ ആവേശത്തിൽ പലതും ചെയ്യും. എന്താ വിചാരിക്കാം, നേരാകാലോ സമയമുണ്ട്, കുറച്ച് കഴിയട്ടെ, കുറച്ച് കഴിയട്ടെ. ചെറുപ്പക്കാർ വിചാരിക്കണം എന്താ, പെണ്ണ് കെട്ടിനോടുകൂടി ഇതൊക്കെ അവസാനിപ്പിക്കാം, ജോലി കൂടിനോടുകൂടി ഇതൊക്കെ അവസാനിപ്പിക്കാം. പിന്നെന്താ, ഇതൊക്കെ എപ്പോഴേ പറ്റുള്ളൂ, 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ അതിനൊന്നും പറ്റില്ല, അപ്പണ് നേരാകാം. സുഹൃത്തുക്കളെ, എപ്പ നേരായാലും യുവത്വത്തെ കുറിച്ച് ചോദിക്കും, കൗമാരത്തെ കുറിച്ച് ചോദിക്കും, കൗമാരത്തെ കുറിച്ച് ചോദിക്കും, യുവത്വത്തെ കുറിച്ച് ചോദിക്കും, വാർദ്ധക്യത്തെ കുറിച്ച് ചോദിക്കും. ഉത്തരം പറയേണ്ടവരാണ് നമ്മൾ. ഒരു വിചാരണയെ അഭിമുഖീകരിക്കേണ്ടവരാണ് നമ്മൾ. അവന്റെ ശരീരത്തെ കുറിച്ച് ചോദിക്കും. എന്തിനു വേണ്ടി നിന്റെ ശരീരം നീ ഉപയോഗിച്ചു? നിസ്കരിക്കാൻ, രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ, 5 നേരം ജമാഅത്തിന് പോകാൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ദീനീ രംഗത്ത് കർമ്മനിരതനാകാൻ, ദഅവാ രംഗത്ത് ത്യാഗം ചെയ്യാൻ. അല്ലേ? എന്തുകൊണ്ടാ ബദറിൽ രക്തസാക്ഷികൾ ഉണ്ടായത്, ഉഹദിൽ ഷഹീദുമാരുണ്ടായത്? എന്തുകൊണ്ടാ ഇന്ന് രാത്രി ഈ ഉമ്മത്തിന് കാവൽ നിൽക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ സ്വഹാബിമാർ തണുപ്പുള്ള രാത്രികളിൽ ഉറങ്ങാതെ വാളും പിടിച്ച് പ്രവാചകനും സ്വഹാബത്തിനും കാവൽ നിന്നത് എന്തുകൊണ്ടാ? ശത്രുവിന്റെ ആദ്യത്തെ അമ്പ് വരുന്നത് എന്റെ വിരിമാറിലേക്കാണെന്ന് അറിയാമായിരുന്നിട്ടും ഉറപ്പുണ്ടായിരുന്നിട്ടും മദീന പള്ളിക്ക് ചുറ്റും കാവൽ നിന്നത് എന്തുകൊണ്ടാ? എന്റെ ജീവിതം, ഈ ശരീരം എന്തിന് ചെലവഴിച്ചു എന്ന് ചോദ്യമുണ്ടാകും. നല്ല കരുത്തുള്ള ആരോഗ്യമുള്ള സമയം അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു എന്ന് മറുപടി പറയാനാ സ്വഹാബിമാരിൽ നിന്ന് രക്തസാക്ഷികൾ ഉണ്ടായത്, സ്വഹാബിമാരിൽ നിന്ന് ത്യാഗികൾ ഉണ്ടായത്. എന്തു ചെയ്തു എന്ന് ചോദിക്കും. ഫോണിൽ തോണ്ടി തീർത്തു എന്ന് പറയേണ്ട അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. പിന്നെ ഇൽമിനെ കുറിച്ച് ചോദിക്കും, സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. ഇതിനൊന്നും മറുപടി പറയാതെ ഒരടി പോലും ഒരു മനുഷ്യനും മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ സുഹൃത്തുക്കളെ നാളെ പരലോകത്ത് ചോദ്യത്തിന് വിധേയമാകും, ഹിസാബിന് വിധേയമാകും. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പ്രവാചകന്റെ ഹദീസ് കാണാൻ സാധിക്കും. കുല്ലുക്കും റാഇൻ വമസ്ഊലുൻ അൻ റഇയതിഹി, വളരെ പ്രസിദ്ധമായ ഹദീസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. വറജുലു ഫീ അഹ്ലിഹി റാഇൻ വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി, ഒരാൾ തന്റെ ഭാര്യയുടെ ഉത്തരവാദിത്തമുള്ളയാളാണ്, തന്റെ മക്കളുടെ ഉത്തരവാദിത്തമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം ചോദ്യം ചെയ്യപ്പെടും. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, ഞാൻ ദീനീ രംഗത്തുണ്ട്, ഞാൻ നന്മകൾ ചെയ്യുന്നുണ്ട്, ഞാൻ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കാണ് സ്വർഗത്ത് പോകാൻ എന്നല്ല, നിന്റെ ഭാര്യ എങ്ങനെയായിരുന്നു എന്ന ചോദ്യം ഞാനും നിങ്ങളും പരലോകത്ത് നേരിടേണ്ടി വരും. നിന്റെ മക്കൾ എങ്ങനെയായിരുന്നു എന്ന ചോദ്യം സഹോദരങ്ങളെ ഞാനും നിങ്ങളും പരലോകത്ത് നേരിടേണ്ടി വരും. ഓരോ ഉത്തരവാദിത്വവും അവിടെ ചോദ്യം ചെയ്യപ്പെടും. പിന്നെയോ
വീട്ടിന്റെ ഉടമസ്ഥ, വീട്ടിന്റെ പരിപാലനം, വീട് നോക്കുക എന്നത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണെന്ന് നാളെ പരലോകത്ത് അവൾ ചോദ്യം ചെയ്യപ്പെടും. എനിക്ക് മറ്റു പല തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിക്കാൻ കഴിഞ്ഞില്ല എന്ന മറുപടി അള്ളാഹു സ്വീകരിക്കുമോ? ഉത്തരവാദിത്തമാണത്. അള്ളാഹുവിന്റെ ചോദ്യത്തിന് അത് വിധേയമാകും. ആ കാര്യം, ആ ഉത്തരവാദിത്തം വിധേയമാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ഉത്തരവാദിത്തം, മക്കൾക്ക് മാതാപിതാക്കളോട് ബാധ്യതകളുണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ട്, ഭർത്താവിന് ഭാര്യയോടുണ്ട്. സമുദായത്തിന്റെ, സമൂഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അതൊരു ചോദ്യത്തിന് വിധേയമാക്കപ്പെടും. നമ്മൾ ഉത്തരം പറയേണ്ടി വരും, നമ്മൾ മറുപടി പറയേണ്ടി വരും. അതാണ് അള്ളാഹുവിന്റെ ഹിസാബ് എന്ന് പറയുന്നത്, അതാണ് അള്ളാഹുവിന്റെ വിചാരണ എന്ന് പറയുന്നത്. നമ്മൾ മറുപടി പറയേണ്ടി വരും. വേറെ ആർക്കും ആരെയും സഹായിക്കാൻ കഴിയില്ല, ഒരാൾക്കും ഒരാളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല. എല്ലാ കൊലകൊമ്പന്മാരും വരും അല്ലേ? എന്താ, ആയുധബലത്തിന്റെ പേരിൽ പാവപ്പെട്ട ജനങ്ങളെ ആക്രമിക്കുന്ന വലിയ വലിയ സാമ്രാജ്യങ്ങളുണ്ട്. ഒരു യുദ്ധത്തിന്റെ ഭീഷണിയിലാണ് ഒരു പ്രദേശം. നോക്കൂ, നമ്മുടെയൊക്കെ ഉപജീവനമായിട്ടുള്ള GCC, മധ്യപൗരസ്ത്യ, പിന്നെ മിഡിൽ ഈസ്റ്റ് ദേശങ്ങൾ വലിയൊരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കാം. ചില ആളുകളുടെ ധിക്കാരമാണ്. എല്ലാവരും നാളെ പരലോകത്ത് വരും, അള്ളാന്റെ കോടതിയിൽ വരും. ഓരോ മനുഷ്യരും അവൻ ചെയ്ത കർമ്മത്തിന് മറുപടി പറയേണ്ടി വരും. ആരും സഹായിക്കാൻ വരില്ല അല്ലെ? ചില ആൾക്കാർ വിചാരിക്കുന്നത് എന്താ, മൗലൂദ് ഓതിയാ മതി, ഓനെ റസൂലാണ് സംരക്ഷിച്ചു കൊണ്ടുപോകും. ഏതൊരു ജാറത്തിന്റെ പിന്നാലെ കൂടിയാൽ മതി, ഓനെ ആ ആളാണ് കൊണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. ഏതെങ്കിലും വലിയന്റെ ആളാണ്, മുരീദാണെന്ന് പറഞ്ഞാൽ മതി, അതുകൊണ്ട് ശൈഖ് രക്ഷപ്പെടുത്തിക്കൊള്ളുന്നതാണ്. വിശുദ്ധ ഖുർആൻ എന്താ പഠിപ്പിച്ചത്? അല്ലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വഅന്ന സഅയഹു സൗഫ യുറാ ثم يجزاه الجزاء الأوفى جزاء الأوفى അല്ലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. ഒരാൾക്കും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കാൻ കഴിയില്ല. എന്റെ മകന്റെ പാപഭാരം ഏറ്റെടുക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ പാപഭാരം ഏറ്റെടുക്കാൻ എന്റെ മക്കൾക്കോ എന്റെ ഇണക്കോ എന്റെ മാതാപിതാക്കൾക്കോ കഴിയില്ല. എത്ര അടുത്ത സുഹൃത്താണെങ്കിലും, എത്ര വലിയ ആത്മബന്ധമുണ്ടെങ്കിലും, ഒരു മനുഷ്യൻ അവൻ അധ്വാനിച്ചുണ്ടാക്കിയതെന്താണോ അതാണ് അവന് ലഭിക്കുക. അവൻ സമ്പാദിച്ചതെന്താണോ, ഒരാൾ ചെയ്ത നമസ്കാരം, അയാൾ നോറ്റ നോമ്പുകൾ, അയാൾ കൊടുത്തു വിട്ടിയ സദഖകൾ, അയാൾ ചൊല്ലിയ ദിക്റുകൾ, അയാൾ ഓതിത്തീർത്ത ഖുർആൻ ആയത്തുകൾ, അതാണ് പരലോകത്ത് രക്ഷയ്ക്കുണ്ടാവുക. ഒരു മനുഷ്യനും മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അൽയൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത് ലാ ദുൽമൽ യൗമ ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അല്ലാഹു വേഗത്തിൽ വിചാരണ തീർക്കുന്നവനാണ്. എന്നിട്ടോ അൽയൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത്, ഓരോ ശരീരവും ആ ശരീരം എന്താണോ അധ്വാനിച്ചുണ്ടാക്കിയത്, ആ അധ്വാനിച്ചുണ്ടാക്കിയതിനുള്ള പ്രതിഫലമാണ് നൽകുക. നന്മ ചെയ്തിട്ടുണ്ടോ സ്വർഗത്തിലേക്ക് പോകാം, തിന്മയാണോ കയ്യിലുള്ളത് നരകം അവനെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ചെയ്ത അമൽ സ്വകാര്യതകളിൽ ആരുമറിയാതെ, ഭാര്യയ്ക്ക് പോലും അറിയാതെ, ഭർത്താവ് പോലും അറിയാതെ, ജീവിതത്തിന്റെ ഒരു കടുകുമണിയോളം പോകുന്ന സമയം പോലും എന്റെ പ്രിയപ്പെട്ടവളോട്, പ്രിയപ്പെട്ടവനോട് പങ്കുവെക്കാൻ ബാക്കിയില്ലാത്ത അവസ്ഥയിൽ ചിലത് മറച്ചു വെച്ചു. സുഹൃത്തുക്കളെ, അവിടെ പുറത്തു വരും, അവിടെ പുറത്തു വരും. ഖബറുകളിലുള്ളത് ഇളക്കി മറിച്ച് പുറത്തു കൊണ്ടുവന്നാൽ, മനസ്സുകളിലുള്ളത് വെളിവാക്കപ്പെട്ടാൽ, മക്കളറിഞ്ഞാൽ മാനം കെട്ടുപോകുന്നതുണ്ടല്ലോ അവിടെ വരും. മാതാപിതാക്കൾ അറിഞ്ഞാൽ അപമാനിതനായി പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹു കൊണ്ടുവരും. അതുകൊണ്ട് ആ വിചാരണയെ നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കി അവന്റെ സ്വർഗം നേടുന്നവരിൽ, ലളിതമായ എളുപ്പമുള്ള വിചാരണ പൂർത്തിയാക്കി അവന്റെ സ്വർഗം നേടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു.
അള്ളാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഈ പള്ളിയുടെ പരിപാലനത്തിലേക്കുള്ളതാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ചെറുതും വലുതുമായ വിഹിതങ്ങളാണ് ഈ സംവിധാനം. അള്ളാഹുവിന്റെ ഈ ഭവനം ഇവിടെ മനോഹരമായി നിലനിന്നു പോകുന്നത്. ഇത്രയും ആളുകൾക്ക് ഒരുമിച്ചിരിക്കാനും ജുമാഅയിൽ ആരാധനകളിൽ പങ്കെടുക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കണമെന്ന്, കഴിയുന്നത്ര അതിൽ നമ്മുടെ സ്വതക്കകളിൽ നിന്ന് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വിചാരണയെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഒരു വേള ഉള്ളിൽ വല്ലാത്തൊരു ഭീതിയും ആശങ്കയും വിചാരണയെക്കുറിച്ച് നമുക്കുണ്ടാകണം. എന്നാൽ അതോടൊപ്പം അതിൽ ചില പ്രതീക്ഷകൾ കൂടിയും. എന്താണ് പ്രതീക്ഷ? ഇവിടെ നമ്മൾ ചെയ്യുന്ന നന്മകളൊന്നും വെറുതെയാവുകയില്ല. നല്ല നീയത്തുണ്ടെങ്കിൽ, നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടി ചെയ്യുന്ന എത്ര ചെറിയ അമലും അവിടെ കാണും. നമുക്ക് വല്ലാത്തൊരു പ്രതീക്ഷ. നമ്മൾ എത്ര വലിയ നീതികേടിന് വിധേയമായി, അനീതിക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും നമുക്ക് നിരാശപ്പെടേണ്ടതില്ല. പരലോകമുണ്ട്. ആളുകൾ ചോദിക്കാറുണ്ട്, മനുഷ്യൻ ഇവിടെ പലപ്പോഴും കഷ്ടപ്പെടുന്നു, കാരുണ്യവാനായ അല്ലാഹു എന്തിനാ മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്നത്? ചില ആൾക്കാർക്ക് കാഴ്ചയില്ല, ചില ആളുകൾ ഭയങ്കര എന്നും ദാരിദ്ര്യത്തിലാണ്, ചില ആളുകൾ എന്നും പരീക്ഷണത്തിലാണ്. അല്ലേ? ആളുകൾക്കൊക്കെ അവിടെ പ്രതീക്ഷിക്കാം, മനുഷ്യന്റെ ജന്മം മരണത്തോടുകൂടി അവസാനിക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പരീക്ഷണങ്ങളൊക്കെ ഒരു പ്രശ്നമായി നമുക്ക് തോന്നുന്നത്. ജീവിതം എന്ന് പറഞ്ഞ ഒരു പരീക്ഷണമാണ്. പരീക്ഷ എഴുതാൻ പരീക്ഷാ ഹാളിൽ പോയിരിക്കുന്ന ഒരു കുട്ടി എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടരുതേ എന്ന് ആഗ്രഹിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ഉണ്ടാകരുതേ എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. പഠിക്കുന്ന കുട്ടി പരീക്ഷ എഴുതണം. പരീക്ഷയാവുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വരും, അതിൽ ചോദ്യങ്ങൾ ഉണ്ടാകും, അത് ഭംഗിയായി ഉത്തരം എഴുതണം. ആണ് ജീവിതം. ഇതൊരു പരീക്ഷയാണ്. ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതാണ് പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങളെ ഏറ്റവും മനോഹരമായി നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ കുറച്ച് അടിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ കുറച്ച് പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ഇവിടെ നമ്മളൊരു പരീക്ഷണത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, സുഹൃത്തുക്കളെ, വിചാരണ നമുക്കൊരു പ്രതീക്ഷയാണ്. നമ്മൾ ക്ഷമിച്ച ഒരു വിശ്വാസി അതിനെ കൈകാര്യം ചെയ്യേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്താൽ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് എളുപ്പമുള്ള സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു വിചാരണയായിരിക്കും. ഇവിടെ നമ്മൾ രഹസ്യമായി ചെയ്ത നന്മകൾ, ഇവിടെ ആരും അറിയാതെ നമുക്ക് നേരിടേണ്ടി വന്ന വേദനകൾ, അതൊക്കെ അവിടെ നമുക്ക് നന്മകളായി മാറും. അവിടെ നമുക്ക് വലിയ നേട്ടങ്ങളായി മാറും. അല്ലേ? രാത്രി ഉറക്കമൊഴിച്ച് ആരുമറിയാതെ അള്ളാഹുവിനോട് നടത്തിയ മുനാജാത്തുണ്ടല്ലോ, നമസ്കാരം, നമുക്ക് അവിടെ കിട്ടും. ഇപ്പം പകലുകളിൽ, തിങ്കളാഴ്ചയുടെ വ്യാഴാഴ്ചയുടെ പകലുകളിൽ കൂടെ ജോലി ചെയ്യുന്ന ആൾക്ക് പോലും അറിയാതെ എടുത്തു വീട്ടിയ സുന്നത്ത് നോമ്പുകളുണ്ടല്ലോ. ആരുമറിയാതെ യാത്രയിൽ, ജോലിക്കിടയിൽ നമ്മുടെ നാവുകൾ ഉരുവിട്ട അധികാറുകളുണ്ടല്ലോ. നമുക്കറിയാവുന്ന സൂറത്തുകൾ നമ്മൾ വെറുതിരിക്കും, ഇങ്ങനെ ഓതിത്തിരിത്തില്ലേ, അതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് നന്മ ചെയ്യുന്ന, സ്വകാര്യമായി നന്മ ചെയ്യുന്ന ഓരോ മനുഷ്യർക്കും വലിയ പ്രതീക്ഷയാണ് നാളത്തെ പരലോകവും അവിടുത്തെ വിചാരണയും എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ആ പരലോകത്തെ മുന്നിൽ കണ്ട്, വിചാരണയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം. അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ ഇത്തബഅ നഫ്സഹു ഹവാഹാ വതമന്ന അലല്ലാഹിൽ അമാനി. ബുദ്ധിമാൻ ആരാണ്? മൻ ദാന നഫ്സഹു, അവൻ തന്റെ ശരീരത്തെ, തന്റെ മനസ്സിനെ, തന്റെ ജീവിതത്തെ അള്ളാഹുവിന് വഴിപ്പെട്ടതാക്കുന്നവനാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത്, നാളേക്കു വേണ്ടി അധ്വാനിക്കുന്നവനാണ്. ഒരു വിചാരണ നേരിടാനുണ്ട്, ഞാൻ അള്ളാന്റെ മുൻപിൽ നിൽക്കേണ്ടവനാണ് എന്ന ചിന്ത മുന്നിൽ വെച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഇവിടെ ഇങ്ങനെ കൗശലം കൊണ്ടും കുതന്ത്രം കൊണ്ടും ഒക്കെ രക്ഷപ്പെട്ടു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെ, ഭൗതികതയുടെ ആസ്വാദനങ്ങൾ പരമാവധി ആസ്വദിക്കാൻ പല പല വഴികൾ പ്രയോഗിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്? നഷ്ടമാണ് പരലോകം. അവർക്ക് വിചാരണ ഭയങ്കര ഭയമാണ്. അവർക്ക് ഇവിടെ എന്തൊക്കെ കുതന്ത്രങ്ങൾ ചെയ്തിട്ടൊക്കെ പരലോകത്ത് ആരുമറിയാതെ ഒരു പാവപ്പെട്ടവന്റെ, ഇടത് കൈ പോലും അറിയാതെ പാവപ്പെട്ടവന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തൊരു നാണയത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരലോകത്ത് നാളെ ഗുണമായി. അതുകൊണ്ട് നാളേക്കു വേണ്ടി, വിചാരണയിൽ വിജയിക്കാൻ വേണ്ടി
നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുവേ എനിക്ക് നീ എളുപ്പമുള്ള വിചാരണ നൽകണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ആ ലളിതമായ വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. പരലോക വിജയം നേടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവർ അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകുകയും ചെയ്യുമാറാകട്ടെ.